ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അടവി, അതായത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലുള്ള അടവി ഇക്കോ ടൂറിസത്തിലാണ്. ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. ദേ ഈ കാണുന്ന റോഡ് വഴി, അതായത് ഈ ടാറിംഗ് റോഡ് വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മണ്ണീറ വെള്ളച്ചാട്ടത്തിൽ ചെന്ന് ചേരാം. അടവിയിലൊക്കെ വരുന്ന എല്ലാവരും മണ്ണീറയിലൊക്കെ പോയി വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ചാണ് മടങ്ങുന്നത്. നമുക്ക് ഇവിടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം അടവി ഇക്കോ ടൂറിസത്തിലെ കാഴ്ചകൾ കാണാം. ദേ ഈ കാണുന്നതാണ് അടവിയിലെ പാർക്കിങ്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്, കണ്ടോ? കാറൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന കണ്ടോ? നമുക്ക് ഇവിടെ ഒരു ശില്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കണ്ടോ, വളരെ മനോഹരമായ ഒരു ഇതാണ്. മലയണ്ണാൻ ആ മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്നു. അതുപോലെ കൊക്ക്, മാന്, തവള, കണ്ടോ, കൊട്ടവഞ്ചി തുഴയുന്ന ഒരു കുട്ടി ആന. വളരെ രസമുണ്ട് ഇവിടെ നിന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകുവാൻ. ധാരാളം കാഴ്ചകളാണ് ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. കണ്ടില്ലേ നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട്, അതിമനോഹരമായ പാർക്കിംഗ് ഗ്രൗണ്ട്. എത്ര വണ്ടി പാർക്ക് ചെയ്യാം. അതും പ്രത്യേകിച്ച് കാടിനോട് ചേർന്ന ഒരു പ്രദേശമായതുകൊണ്ട് ആ വനത്തിൻ്റെ ആ സൗന്ദര്യമൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് അടവി. കോന്നി അടവിയിലെ വളരെ മനോഹരമായ കാഴ്ചകളാണ്. കണ്ടില്ലേ, അടവിയിലെ ടിക്കറ്റ് കൗണ്ടറാണ്. എന്ത് രസമാണെന്നറിയാം ഇവിടെ. കണ്ടോ, നമ്മൾ അടവിയിലോട്ട് ഇറങ്ങി വന്നു. ഇവരൊക്കെ കൊട്ടവഞ്ചി തുഴയുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. കണ്ടോ, കുട്ടവഞ്ചി ചായച്ച് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നത് പഴയ കുട്ടവഞ്ചിയാണ്. കുട്ടികളൊക്കെ ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട്, ഊഞ്ഞാലൊക്കെ ഉണ്ട്. അതുപോലെ കണ്ടോ, ബാക്കി കുട്ടവഞ്ചികളൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചേക്കുകയാണ്. നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ ഒരു പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നമുക്ക് നടക്കാം. അതും വനത്തിനോട് ചേർന്നതായതുകൊണ്ട് വളരെ മനോഹരമാണ്. കണ്ടില്ല അടവി. ഇനി നമുക്ക് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ്. ബാമ്പു, ഈറ നല്ല രസമാണ് കാണാനൊക്കെ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാം. ഇവിടെ ധാരാളം ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്താ അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. ഞാൻ ഇപ്പം കാണിച്ചു തരാവേ. ചെമ്പരത്തി, പലതരം ചെടികളാണ്. നിറയെ പുഷ്പങ്ങളാണ്. നല്ല രസമുണ്ട്, കണ്ടോ? പൂവൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ആ വനത്തിൻ്റെയൊക്കെ ആ ഒരു സൗന്ദര്യം ഇവിടെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം. അതിമനോഹരമായ സൗന്ദര്യമാണ്. അതുപോലെ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പ്രകൃതിയുടെയൊക്കെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ഇവിടെ കുറേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് അടവിയിൽ നിന്ന്, കണ്ടില്ലേ? അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും അവരുടെ 2-3 ഫോട്ടോയൊക്കെ എടുത്ത്. എന്തായാലും വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. എന്തായാലും അടവിയിലെ പ്രകൃതി സൗന്ദര്യം അതിമനോഹരം തന്നെയാണ്. കണ്ടില്ലേ, വനത്തിനോട് ചേർന്നാണ് ഈ അടവി കുട്ടവഞ്ചി സവാരി. ഇതുവഴിയൊക്കെ പോകുമ്പോഴേ ഈ കുട്ടവഞ്ചിയിൽ സവാരി ചെയ്യുമ്പോൾ നമുക്ക് വനത്തിനുള്ളിലെ മൃഗങ്ങളൊക്കെ കാണാം. മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഈ ഒരു നദിയുടെ തീരത്തേക്കൊക്കെ ഇറങ്ങി വരും. കുട്ടവഞ്ചി തുഴഞ്ഞു പോകുമ്പോൾ നമുക്ക് അവയെ വളരെ അടുത്ത് തന്നെ കാണാം. ആനയുണ്ട്, ധാരാളം മൃഗങ്ങളുണ്ട് ഈ ഒരു കാട്ടിൽ. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചകളാണ്. രാവിലെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളൊക്കെ കുറവായിരുന്നു. അടവി ഇക്കോ ടൂറിസം തുറന്നതേ ഉള്ളൂ. ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമ്മളിവിടെ എത്തി. അതുകൊണ്ട് നന്നേ ആൾ കുറവായിരുന്നു. കണ്ടില്ലേ, കുട്ടവഞ്ചി ഇവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് അപ്പുറത്ത് കുറച്ച് പേര് നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഒരു പ്രത്യേക ഫീലാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ. അവധി ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പോകുന്നത് പോലും അറിയത്തില്ല. അതുപോലെ അത്രയ്ക്ക് നല്ല സൗന്ദര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ അടവി ഇക്കോ ടൂറിസം. പിന്നെ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് കുട്ടവഞ്ചിയിൽ അധികം ദൂരം സഞ്ചരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കണ്ടോ, തടയണയൊക്കെ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയേക്കുക. പിന്നെ അങ്ങോട്ട് കുറേ ദൂരം വെള്ളമൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ഇച്ചിരി കൂടെ മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും.
പിന്നെ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാം. ഇതിന് തൊട്ടടുത്തൊരു പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങിയെന്നൊരു ന്യൂസ് കിട്ടിയായിരുന്നു. അപ്പോൾ ആ കാട്ടാനകളെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനി അടവിയിലെ ഒരു വിനോദസഞ്ചാരത്തിന് നമ്മളെ അടുത്ത് തന്നെ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും.